بسم الله الرحمن الرحيم بسم الله الرحمن الرحيم باب تعليم الرجل أمته وأهله ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇൽമിനെ പഠിപ്പിച്ചു കൊടുക്കലിൻ്റെ ആദാബുകളും പഠിക്കലിൻ്റെ നിബന്ധനകളുമെല്ലാം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണം, എല്ലാവരോടും ചെയ്യേണ്ട മര്യാദകളാണ് ഇതുവരെ പറഞ്ഞത്. അപ്പം ഇൽമ് ഉള്ള ആളുകൾ ആ ഇൽമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ അവൻ്റെ സ്വന്തക്കാർക്ക്, അവൻ്റെ ഭാര്യ മക്കൾ അവർക്ക് ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നാട്ടുകാർ, ബന്ധപ്പെട്ടവർ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. എന്നാൽ അവരുടെ സ്വന്തക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വലിയ മഹത്വമുണ്ട് മറ്റുള്ളതിനേക്കാളും എന്ന് വിശദീകരിക്കുന്ന വാപ്പാണ്. എല്ലാത്തിനും ഉണർത്തലാണിത്. പല ആളുകളും ഇൽമ് പഠിപ്പിക്കുന്നവരുണ്ടാകും, പഠിക്കുന്നവരുണ്ടാകും, ദർസ് നടത്തുന്നവരുണ്ടാകും, വഅദ് പറയുന്നവരുണ്ടാകും. പക്ഷെ അതെല്ലാം നാട്ടുകാർക്ക്, അവരെ സ്വന്തം ഭാര്യമാർക്ക്, സ്വന്തം മക്കൾക്ക് അവർക്ക് ഒന്നും പഠിപ്പിച്ചു കൊടുക്കൂല. വലിയ വലിയ സ്ഥാപനങ്ങൾ, ദീനി സ്ഥാപനം നടത്തുന്ന ആളുകളിൽ നിന്നുള്ള ചിലർ, എല്ലാവരെ പറ്റിയെല്ലാം പറഞ്ഞത്, ചില ആളുകൾ ആലിമ്യങ്ങളായാൽ അവരുടെ മക്കൾ അവരെക്കാളും വലിയ പണ്ഡിതരെന്നെ ആവണം എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ധാരാളം ഈ ഉസ്താദന്മാരുണ്ട്, ധാരാളം മഹത്തുക്കളുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾ അവർ എന്തോ ഒരു ലക്ഷണക്കടാൽ അവർ പണ്ഡിതനായി, അവർ ആലിമായി, അവർ ഖത്തീബായി, അവർ വഅദന്മാരായി, എൻ്റെ മക്കളും കുട്ടികളും ഒന്നും വേണ്ട, എൻ്റെ മക്കളെ കല്യാണം കഴിക്കുന്നവർ ആലിമാവണ്ട, അവർ പണ്ഡിതരാവണ്ട എന്ന് മനസ്സിലാക്കുന്ന നല്ലൊരു വിഭാഗം വയന്ന ആൾക്കാരുണ്ട്. അവരെ പറ്റി ആണ് ഇമാം ബുഖാരി പറയുന്നത്, പഠിപ്പിക്കുന്നത് സ്വന്തക്കാർക്ക് ആവണം, അതിനൊക്കെ വലിയ മഹത്വമുണ്ട്. സ്വന്തക്കാരെ ദീൻ പഠിപ്പിക്കുകയും ആ പഠിപ്പിക്കുന്ന ദീനനുസരിച്ച് അമൽ ചെയ്യിപ്പിക്കുന്നതിനും വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തെ വിശദീകരിക്കുന്ന ബാബാകുന്നു. ബാബു തഅലീമിർ റജുലി, ഒരു പണ്ഡിതൻ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ബയാൻ ചെയ്യുന്ന ബാബാണ്. അമതഹു, അവൻ്റെ വേലക്കാറ്റിയായ വെള്ളാട്ടി സ്ത്രീക്ക്, വാഹിലഹു, അവൻ്റെ അഹിലിനിക്കും. സാധാരണഗതിയിൽ ഒരാൾ അഹില് എന്ന് പറയല് അവൻ്റെ ഭാര്യയെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ കുടുംബക്കാരെ സംബന്ധിച്ചും പറയലുണ്ട്. അവൻ്റെ സ്വന്തം മക്കളെ പറ്റി അവൻ്റെ അഹിലാണെന്ന് പറയലുണ്ട്. അപ്പോൾ അവൻ്റെ സ്വന്തം മക്കള്, ഭാര്യമാർ, ഭാര്യ, അങ്ങനെയുള്ള സ്വന്തക്കാരെയും പഠിപ്പിക്കണം എന്ന് സ്വീകരിക്കുന്ന ബാബാണ്. ഇവിടെ അമത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിനുള്ള പ്രാധാന്യമാണ് ഹദീസിൽ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവളെ അവൻ്റെ ഭാര്യയാക്കുക, അമത്തിനെ അവൻ വിവാഹം ചെയ്യുക. അതുപോലെ തന്നെ അമത്തിൻ്റെ മാതിരിയാൽ തന്നെയാണ് അവൻ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടികൾ. അവരെ ആദ്യം തന്നെ അവൻ നേരത്തെ കണ്ടുവെക്കുകയാണെങ്കിൽ അവനിക്ക് പരിശുദ്ധ ദീൻ്റെ അറിവുകൾ ധാരാളമായി നൽകണം. അതോടുകൂടെ അവൻ വിവാഹം ചെയ്ത് വീണ്ടും അവളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അവൾക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശരീഅത്ത് വേണ്ടതുപോലെ അനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തി തീർക്കണം. അവർക്ക് വലിയ മഹത്വമുണ്ട് എന്ന് സ്വീകരിക്കുന്ന ബാബാണ്. അപ്പോൾ അമത്തിനെ പഠിപ്പിക്കുക എന്നുള്ളത് ഹദീസിൽ വാരിദായതാണ്. അമത്തിനെ തന്നെ പഠിപ്പിക്കണം എന്ന് വെക്കുകയാണെങ്കിൽ സ്വന്തം വിളക്കാറ്റിയെ പഠിപ്പിക്കണമെന്നും അവർ പഠിപ്പിച്ച് ഉയർന്നു വന്നാൽ അവളെ ഇത്തക്ക് ചൊല്ലി സ്വതന്ത്രയാക്കി അവളെ വിവാഹം ചെയ്യുന്നതിന് പ്രാധാന്യമുണ്ട് എന്നും പറയുമ്പോൾ അവൻ്റെ സ്വന്തം ഭാര്യയായ പെണ്ണ് അവളെ പഠിപ്പിക്കുന്നതിന്, അതുപോലെ നല്ല അറിവുള്ളവളെ കല്യാണം കഴിക്കുകയും അതോടുകൂടെ കല്യാണം കഴിക്കലോടുകൂടെ വിവാഹം ചെയ്തതിൻ്റെ ശേഷം ആണല്ലോ അവൻ്റെ അഹിലാകുന്നത്. അവൾക്ക് ദീനീ വിജ്ഞാനം ധാരാളമായി നൽകണമെന്നും സ്വീകരിക്കുന്ന ബാബാൻ.
وبه قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه ونفعنا بعلومه. أخبرنا محمد وابن سلام قال حدثنا المحاربي قال حدثنا صالح بن حيان قال عامر الشعبي حدثني أبو بردة عن أبيه قال رسول الله صلى الله عليه وسلم ثلاثة لهم أجران رجل من أهل الكتاب آمن بنبيه وآمن بمحمد صلى الله عليه وسلم والعبد المملوك إذا أدى حق الله تعالى وحق مواليه ورجل كانت عنده أمة يتوها فأدبها فأحسن تأديبها وعلمها فأحسن تعليمها ثم اعتقها فتزوجها فله أجران. ثم قال عامر أعطيناكها بغير شيء قد كان يركب فيما دونها إلى المدينة. ഈ സനദിൽ 6 മഹാന്മാരെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മുഹമ്മദ് ബിനു സലാം ബി തഖ്ഫീഫില്ലാമി അലൽ അസ്വഹി സലാം. മുഖത്തക്കദമ അവിടെ സലാമു എന്നാണോ സല്ലാമു എന്നാണോ എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്ത് പോയിട്ടുണ്ട് മുമ്പ്. രണ്ടാമത്തത് حدثنا المحاربيون بضم الميم وبالهاء المهملة وبالراء المكسورة محاربي راء كسرون وهو عبد الرحمن بن محمد بن زياد الكوفي. قال يحيى بن معين ثقة وقال أبو حاتم صدوق إذا حدث عن الثقات. അബൂ ഹാത്തിം റാസി പറയാണ്, ബഹുമാനപ്പെട്ട മുഹാരിബി റളിയല്ലാഹു അൻഹു എന്ന അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അവരുടെ ഉസ്താദായി സിക്കാത്തിന് അവർ പറഞ്ഞാൽ അവരുടെ ഹദീസ് വളരെ കൃത്യമായി വരും. ലൈഫിനെ പറ്റി പറയും വേണ്ടല്ലോ, ലൈഫനല്ലേ. ويروي عن المجهولين أحاديث منكرة فيفسد حديثه بروايته عنهم. ചിലപ്പം മജ്ഹൂലീങ്ങളായ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യലുണ്ട്. അപ്പോൾ അത് മജ്ഹൂലായ പിന്നെ ഹദീസ് ലൈഫ് തന്നെയാണ്. മുമ്പ് പറഞ്ഞത് മുഴുവനും സഹീഹ് എന്ന് പറഞ്ഞുകൂടാ. കാരണം ഹദീസ് സഹീഹും ലൈഫും തീരുമാനിക്കൽ അതിൻ്റെ റാവികളെ പരിഗണിച്ചുകൊണ്ടാണ് അധികവും. അവരുടെ മുഹാരിബിയുടെ വഫാത്ത് നടക്കുന്നത് 195 മൂന്നാമത്തെ റാവി സാലിഹ് ബിനു ഹയ്യാൻ ബിഫതഹിൽ മുഅ്മിന വതസ്ദീദിൽ യായി ഹയ്യാൻ. ഈ ഹയ്യാൻ എന്നത് അവരുടെ പിതാവിൻ്റെ വല്ലിപ്പാൻ്റെ പേരാണ് ഹയ്യാൻ. നേരെ വാപ്പ ഹയ്യാനല്ല, സാലിഹ് എന്നവരുടെ വാപ്പാൻ്റെ വല്ലിപ്പയാണ്. അപ്പം അവരുടെ പേരെന്താ പറയുക? സാലിഹ് ബിന് മുസ്ലിം ബിൻ ഹയ്യാൻ. അപ്പം അവരുടെ പേര് സാലിഹ്, വാപ്പാൻ്റെ പേരും സാലിഹ്, വാപ്പാൻ്റെ പേര് മുസ്ലിം. അവരുടെ പിതാവാണ് ഹയ്യാൻ. ആ ഹയ്യാനിലേക്കാണ് സാലിഹ് എന്നവരെ ചേർക്കുന്നത്. അപ്പോൾ സാലിഹിൻ്റെ വാപ്പാൻ്റെ വാപ്പയാണ് ഹയ്യാൻ. അവരെ പറ്റി ഹയ്യാനി എന്ന് പറഞ്ഞ മാതിരി അവർക്ക് ഹയ്യ് എന്നും പേരുണ്ട്. ഹയ്യേ. ഈ സാലിഹിബിന് ഹയ്യാനുണ്ട്. സാലിഹിബിന് ഹയ്യാൻ ഖുറൈശി എന്ന് പറഞ്ഞ മറ്റൊരാളുണ്ട്, ഖുറൈശിയായ ഒരു സാലിഹ്. അത് ദഈഫാണ് എന്നാ. നമ്മൾ ബുഖാരിയിലുള്ള സാലിഹിബിന് ഹയ്യാൻ അവർ സിക്കത്താണ്. ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളല്ലേ, പിന്നെ മറ്റ് കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. പിന്നെ നമ്മുടെ സനദിലുള്ളത് ആമിർ ബിന് ശറാഹീൽ അശ്ശഅബിയു. ആമിർ ഷഅബി നമ്മൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്, വലിയ ചരിത്രത്തിൻ്റെ ഉടമയാണ്.
അഞ്ചാമത്തെ ആള് അബൂ ബുർദ ആമിർ അൽ അശ്അരിയു അൽ കൂഫിയു ഖാദിഹ. കൂഫയിലെ ഖാദിയാണ് അബൂ ബുർദ റളിയല്ലാഹു അൻഹു. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അബൂ ബുർദ. അവരുടെ പേര് ആമിർ എന്ന. അവർ ഖാദി ആയിട്ടുണ്ട്. പക്ഷെ ഖാദിയായ കഥ ഖാദി എന്ന് പറയും. അബൂ ബുർദ റളിയല്ലാഹു അൻഹു കൂഫയിലെ ഖാദിയാണെന്ന് പറയുന്നുണ്ട്. ആ ഖാദിയായി കുറച്ച് കാലേ നിന്നിട്ടുള്ളൂ. അതിൻ്റെ ചരിത്രം സിയറു അഅ്ലാമുൻ നുബലായിൽ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്താ, യസീദ് ബിനുൽ മുഹല്ലബ് എന്ന് പറയുന്ന ഭരണാധികാരിയെ ഖുറാസാനിലെ ഭരണം ഏൽപ്പിക്കപ്പെട്ടു, അന്നത്തെ ഖലീഫ. അങ്ങനെ യസീദ് ബിനുൽ മുഹല്ലബ് എന്നവർ വലിയ കാര്യമായ ആൾ തന്നെയാണ്, ഭരണാധികാരിയാണ്, കാര്യമായ ആളാണ്. അവർ ഖുറാസാനിൽ വന്നപ്പോൾ അവർ ആ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ ഖൈറും ഉൾക്കൊണ്ട വലിയ ഒരു മഹാനായ പരിപൂർണനായ ഒരാൾ എനിക്ക് പറഞ്ഞു തരണം. എന്നെ സഹായിക്കാൻ, എനിക്ക് സ്വന്തം ഖുറാസാൻ ഭരിക്കാൻ കഴിയൂല, എന്നെ സഹായിക്കാൻ ഒരു ആളും കൂടിയും വേണം. ദുല്ലൂനി അലാ റജുലിൻ കാമിലിൻ ലിഖിസാലിൽ ഖൈർ എന്നാ പറഞ്ഞേ. ഫദുല്ല അലാ അബീ ബുർദത്തൽ അശ്അരി. അപ്പോൾ അബൂ ബുർദത്തൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു കൊടുക്കൂ. അതിന് നിങ്ങളീ പറഞ്ഞ ഈ നിബന്ധന മുഴുവനും ഒത്ത ആൾ അബൂ മുസൽ അശ്അരിയുടെ മകനായ അബൂ ബുർദയാണ്. അങ്ങനെ അബൂ ബുർദ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ആളയച്ചു. മഹാനവറുകൾ വന്നപ്പം തന്നെ ആളെ കണ്ട കോലം കണ്ടപ്പം തന്നെ ഒരു വലിയ മഹാനായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. സംസാരിച്ച് നോക്കുമ്പോഴോ കണ്ടതിനേക്കാളേറെ അഫലായി തോന്നിയാൽ അനുഭവപ്പെട്ടു. ആളെ കണ്ടാൽ തന്നെ യോഗ്യന. സംസാരിച്ചപ്പോഴോ അതിൻ്റെ യോഗ്യത പറയും വേണ്ട. ചില ആളുകൾ കാണാൻ വലിയ ഉഷാറായിരിക്കും, നല്ല താടി, നല്ല തലയെക്കെട്ട്, നല്ല കോലം, നല്ല ഡ്രസ്സ് ഒക്കെ ഉണ്ടാവും. സംസാരിച്ചാൽ പിന്നെ അവൻ്റെ എല്ലാ മതിപ്പും പോവും. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം ചരിത്രത്തിലുണ്ടല്ലോ, ഒരാൾ വന്നിട്ട് വലിയ താടിയും തലയെക്കെട്ടെല്ലാം കെട്ടി അബൂ ഹനീഫ ഇമാമിൻ്റെ സദസ്സിലേക്ക് വന്നു. അബൂ യൂസുഫ് അടക്കമുള്ള മഹാന്മാരുള്ള വലിയ സദസ്സ്. ആ സദസ്സിലേക്ക് ഒരാൾ കയറി വന്നു. ആയും നീട്ടുമുണ്ട്, നല്ല താടിയുണ്ട്, വലിയ തലയെക്കെട്ടുണ്ട്, നല്ല ഡ്രസ്സുമുണ്ട്. കണ്ടാൽ അയാളെക്കാളും വലിയ പണ്ഡിതൻ ഇല്ലാന്ന് തോന്നുന്നു. ആ കോലത്തിൽ കയറി വന്നപ്പോൾ എല്ലാവരും ഒഴിഞ്ഞു കൊടുത്തു. അത്രയും വലിയ ആളല്ലേ. അബൂ ഹനീഫ ഇമാം കാല് നീട്ടി വെച്ച് കണ്ടാണെന്ന് ക്ലാസ് എടുക്കുന്നത്. കാരണം ഇവർക്ക് അബൂ ഹനീഫ ഇമാമിന് കാലുവേദന ഉണ്ട്, മുട്ടുവേദന ഉണ്ട്. അപ്പോൾ കാല് നീട്ടി വെച്ച് കണ്ടാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സദസ്സിലേക്കാണ് ഈ മനുഷ്യൻ ആലിമായി കയറി വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട്, പുതിയ ആളല്ലേ അബൂ ഹനീഫ ഇമാം കാലെല്ലാം വേദന സഹിച്ച് മടക്കി വെച്ച് യഥാർത്ഥ മുദരിസിൻ്റെ രൂപത്തിൽ മുന്നിൽ വന്നു. അയാളെല്ലാവരും നിശബ്ദരായി. അയാൾ എന്താണ് ചോദിക്കുന്നത്, എന്താണ് പറയണമെന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കല്ലേ. അയാൾ പറയാണ്, യാ അബാ ഹനീഫ, അബൂ ഹനീഫ, നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കും. ആ ഒന്നാമത്തെ നിങ്ങൾക്ക് മറുപടി പറയാൻ കിട്ടൂല. ഇനി അഥവാ അതിനെ കിട്ടിയാൽ രണ്ടാമത്തോട് കുളങ്ങൾ മുട്ടും. കാരണം ഒരു പറയപ്പെടുന്നുണ്ടല്ലോ, ലോകം മുഴുവൻ പറയപ്പെടുന്നുണ്ട്, അബൂ ഹനീഫ ഇമാമിനെ ചോദിച്ച് മുട്ടിക്കാൻ ഒരാൾക്കും കഴിയൂല. ഞങ്ങളെ ഞാൻ ഒന്നാം ചോദിച്ചതിനെ മുട്ടിക്കും, അല്ലെങ്കിൽ രണ്ടിലേതായാലും മുട്ടിക്കും. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വളരെ വിനയത്തോടു കൂടെ പറഞ്ഞു, ഞങ്ങൾ ചോദിക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിച്ചു, മത്താ യുഫ്തിറു സ്വായിമു ഇദാ സ്വാമ. ഒരു നോമ്പുകാരൻ നോമ്പ് നോറ്റാൽ എപ്പോഴാണ് നോമ്പ് മുറിക്കേണ്ടത്, നോമ്പ് പറക്കേണ്ടത് അപ്പോഴാ. അപ്പോൾ അബൂ ഹനീഫ ഇമാം വളരെ ശ്രദ്ധയോടുകൂടെ, കാരണം മുനാദറക്ക് വന്ന ആളല്ലേ, മുട്ടിച്ചാൻ വേണ്ടി വന്ന ആളല്ലേ, നല്ല ശ്രദ്ധയോടുകൂടെ മറുപടി പറഞ്ഞു, ഇദാ ഖറബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചാൽ നോമ്പ് തുറക്കണം. ഉടനെ ഇയാളെ ചോദ്യം, മുട്ടിക്കട ചോദ്യം, യാ അബാ ഹനീഫ ഇദാ ലം തഗ്റുബി ശംസു, സൂര്യൻ അസ്തമിച്ചില്ലെങ്കിൽ പിന്നെ നോമ്പ് തുറക്കണ്ടേ. അപ്പോൾ അബൂ ഹനീഫ ഇമാം പറഞ്ഞത്,
അൽ ആന സ്വാറലി അബി ഹനീഫ അയ്യമുദ്ദരിജിലൈഹി. ഇപ്പം അബു ഹനീഫക്ക് കാല് കണ്ടു നീട്ടാനുള്ള ടൈമായിട്ടുണ്ട്, ഇതൊരു അംക്കാണ് വന്നത് മനസ്സിലായി എന്ന മാതിരി ഉണ്ടാവും ചില ആളുകൾ. അങ്ങനല്ല, യസീദ് ബിനുൽ മുഹല്ലബ് എന്ന ഭരണാധികാരിയുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട അബൂ ബുർദ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ കാണുമ്പം തന്നെ വലിയ യോഗ്യൻ, സംസാരിച്ചപ്പോഴോ അതിലും വലിയ ഇൽമും ബുദ്ധിയും തൻ്റെ ഉള്ള മറ്റൊരാളില്ല. അപ്പോൾ യസീദ് പറഞ്ഞു, ഇന്നി വല്ലൈതുക കദാ വകദാ മിൻ അമലി, എൻ്റെ ജോലിയിൽ നിന്ന് ഇന്നാലിന്ന ജോലിയെല്ലാം ഞാൻ നിങ്ങളെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നു, നിങ്ങളെ ഞാൻ ഇന്നാലിന്ന സ്ഥാനമാനങ്ങൾക്കെല്ലാം നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഖാദി നിങ്ങളാവണം, ഇവിടുത്തെ മതകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യണം നിങ്ങളാവണം. അങ്ങനെ കുറേ കാര്യങ്ങളാണ്ട് ഏൽപ്പിച്ചപ്പോൾ അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫസ്തഅഫ, എന്നെക്കൊണ്ട് എനിക്ക് കഴിയൂല, നിങ്ങൾ മാറ്റിത്തരണം, ഒഴിവാക്കി തരണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അബൂ ബുർദ റളിയല്ലാഹു അൻഹു എനിക്കതിന് സാധ്യമല്ല, എന്നെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ യസീദ് ഇബ്നുൽ മുഹല്ലബ് പറഞ്ഞു, ഒഴിവാക്കണ പരിപാടിയില്ല. അപ്പോൾ അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുഹൽ അമീർ അലാ ഉഖ്ബിറുക ബിശൈഇൻ ഹദ്ദസനീഹി അബീ അന്നഹു സമിഅഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കൽ നിന്ന് കേട്ട ഒരു ഹദീസ് ഉണ്ട്, എനിക്ക് എൻ്റെ പിതാവ് പറഞ്ഞു തന്നത്, ആ ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അപ്പോൾ യസീദ് ഇബ്നു മുഹല്ലബ് പറഞ്ഞു, ആത്തി കൊണ്ടുപോവാ പറയുന്നതാണ്. قال إنه سمع رسول الله صلى الله عليه وسلم يقول من تولى عملا وهو يعلم أنه ليس لذلك العمل بأهل فليتبوأ مقعده من النار. ആരെങ്കിലും ഒരു അധികാരം ഏറ്റെടുക്കുകയും അവനിക്കറിയാം അത് പൂർണ്ണമായി അത് ചെയ്യാനുള്ള യോഗ്യനല്ല എന്ന് അവനിക്ക് അറിയുകയും ചെയ്യാം, എന്നിട്ട് അധികാരം ഏറ്റെടുത്താൽ അവൻ്റെ ഇരിപ്പിടം നരകത്തിൽ ഒരുക്കട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. وأنا أشهد أني أيها الأمير أني لست بأهل لما دعوتني. നിങ്ങൾ എന്നെ ആവശ്യപ്പെട്ടു, എന്നെ ഏൽപ്പിച്ചതായ ഈ അധികാരത്തിലേക്ക് യോഗ്യനല്ല എന്ന് എനിക്കറിയാമെന്ന് ഞാൻ തന്നെ സാക്ഷിയാണ്. ഞാൻ അതിന് യോഗ്യനല്ല, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ ഏറ്റെടുത്താൽ ഞാൻ നരകത്തിൽ കടന്നു പോകും, അവിടെ എന്നെ ഒഴിവാക്കി തരണം. ഇത് പറഞ്ഞപ്പം യസീദ് ഇബ്നു മുഹല്ലബ് പറഞ്ഞെന്താ, മാ സിത്തനി അലാ അൻ ഹറൽതനാ അലാ നഫ്സിക വറഗബ്തനാ ഫീക. നീ ഇങ്ങനെയും കൂടി പറഞ്ഞപ്പോൾ നിന്നെപ്പറ്റി നമുക്കുള്ള താല്പര്യം കൂടി, നിന്നിലുള്ള ആഗ്രഹം നമുക്ക് കൂടി, ഇങ്ങനെയുള്ള ഒരാളെന്നെയാണ് ഇവിടെ ഖാദിയായി വരേണ്ടത് എന്നുള്ള പൂർണ്ണ ബോധ്യം വന്നു. ഫഖ്റുജ് ഇലാ അഹദിക ഫഇന്നി ഗൈറു മുഫീഖ്. നീ എന്നെ ഏൽപ്പിച്ച പണി പോയെടുത്തോ, ഒരിക്കലും എന്നെ ഒഴിവാക്കി തരൂല. അങ്ങനെ ഒരു ഖാദിയാണത്. ഖാദിയായി കുറച്ച് കാലമൊക്കെ അങ്ങനെ നല്ലവർക്ക് ഖാദി സ്ഥാനം ഏറ്റെടുത്ത് ഖാദിയായി ഒരു കുറേ കാലം നിന്നു. പിന്നെ ഒരു ദിവസം യസീദ് ഇബ്നുൽ മുഹല്ലബിൻ്റെ അടുക്കലേക്ക് മാനവർകൾ വന്നിട്ട് സമ്മതം കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ഫഖാല അയ്യുഹൽ അമീർ അലാ ഉഹദ്ദിസുക ബിശൈഇൻ ഹദ്ദസനീഹി അബീ സമിഅഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പിതാവ് നബി തങ്ങളിൽ നിന്ന് കേട്ടതായ ഒരു ഹദീസ് ഉണ്ട്, അതെൻ്റെ പിതാവ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാല യസീദ് ഇബ്നുൽ മുഹല്ലബ് പറഞ്ഞു, അതെ. അപ്പോൾ പറഞ്ഞു കൊടുത്തു. മൽഊനും മൻ സഅല ബിവജ്ഹില്ലാ വമൽഊനും മൻ സുഇല ബിവജ്ഹില്ലാ ثم منع سائله ما لم يسأل ഹജറാ وأنا أسألك بوجه الله إلا ما أعفيتني أيها الأمير من عملك. അള്ളാഹുവിൻ്റെ വജ്ഹ് കൊണ്ട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവൻ ലഅനത്ത് ചെയ്യപ്പെട്ടവനാണ്. അള്ളാഹുവിൻ്റെ വജ്ഹ് കൊണ്ട് ഒരാളോട് ചോദിക്കപ്പെട്ടു എന്നിട്ട് ചോദിച്ചവൻ കൊടുത്തില്ല, ഓനും ലഅനത്ത് ചെയ്യപ്പെട്ടവൻ തന്നെയാണ്. പക്ഷേ ചോദിക്കുന്നവൻ അവൻ ഏറ്റെടുത്ത ഒരു അധികാരത്തിൽ നിന്ന് ഒഴിവാവലിനെ ചോദിച്ചാലോചിച്ചേ, ആ ചോദിച്ച മൽഊനല്ല. അങ്ങനെ അധികാരത്തിൽ നിന്ന് ഒഴിവാവലിനെ ചോദിക്കപ്പെട്ടിട്ട് അത് കൊടുക്കാത്ത മൽഊനാണ്. എൻ്റെ അള്ളാഹുവിൻ്റെ വജ്ഹ് കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്നെ ഉത്തരവാദിത്തത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണമെന്ന് ചോദിക്കുന്നു.
യസീദ് ബിൻ മുഹല്ലബ് ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഹദീസിൻ്റെ ഭവിഷ്യത്തിൻ്റെ എന്നെ പറ്റിയാണ് ഈ പറയുന്നത്, ഞാൻ മൽഊനായി പോകുമെന്നുള്ളതാണ് ഈ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഉടനെ തന്നെ പറഞ്ഞു, ഞങ്ങൾ പോയിക്കോളി, ഞാൻ വേറെ ആളെ നോക്കിക്കോളെ, ഞാൻ ഒഴിവാക്കി തന്നു എന്ന് പറഞ്ഞു. ഇതാണ് അബൂ ബുർദ റളിയല്ലാഹു അൻഹു. പാഠം പഠിക്കാനുണ്ട്, വളരെ ഉൾക്കൊള്ളാനുള്ള മഹാനാണ്. മഹാനവറുകൾ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അവരുടെ പിതാവായ അബൂ മൂസൽ അശ്അരി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു, സലാസത്തുൻ, 3 കൂട്ടര്, ലഹും അവർക്കുണ്ട്, അജ്റാനി 2 കൂലിയുണ്ട്. റജുലും മിൻ അഹ്ലിൽ കിതാബ്, ഒന്ന് അഹ്ലി കിതാബികളിൽപ്പെട്ട റജുലാണ്, ഒരു മനുഷ്യനാണ്. ആമന ബി നബിയിഹി വ ആമന ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ റജുലു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിന് സാധനം ഉപയോഗിക്കലുണ്ട്. അഹ്ലി കിതാബികളിൽപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അദ്ദേഹത്തിന് നബിനെ കൊണ്ട് വിശ്വസിച്ചു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെപ്പറ്റി അറിഞ്ഞപ്പം റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അവർക്ക് 2 കൂലിയുണ്ട്. വൽ അബ്ദുൽ മംലൂക്കോ, അടിമ, ഉടമയാക്കപ്പെട്ടതായ അടിമ. ഇതാ അദ്ദാ ഹഖ്ഖല്ലാഹി തആല, അടിമ മറ്റൊരാളുടെ ഉടമസ്ഥയിലാണുള്ളത്, അവൻ അല്ലാഹുവിൻ്റെ ഹക്കിനെ വീട്ടി, വഹഖ മവാലിഹി, അവൻ്റെ ഉടമസ്ഥരുടെ ഹക്കിനെയും വീട്ടി. അടിമയാണ്, അടിമയാകുമ്പോഴും അവനിക്ക് അല്ലാഹുവിൻ്റെ തക്ലീഫ് ബാധകമാണ്. അത് അവൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. അതുപോലെ അവൻ്റെ ഉടമസ്ഥർക്ക് അവൻ പലതും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, അതും കൃത്യമായി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അടിമക്കും 2 കൂലിയുണ്ട്. വറജുലുൻ, മറ്റൊരു റജുലുമാണ്, കാനത്ത് ഇൻദഹു, അവൻ്റെ അടുക്കലുണ്ടായി, അമത്തുൻ, ഒരു വെള്ളാട്ടി സ്ത്രീ ഉണ്ടായി, യതൗഹ, അവളെ ഇവൻ സംഭോഗം ചെയ്യും. ഫഅദ്ദബഹ, അങ്ങനെ ഇവൻ അവളെ അദബ് പഠിപ്പിച്ചു. ഫഅഹ്സന തഅദീബഹ, അവളെ അദബ് പഠിപ്പിക്കലിനെ വളരെ ഉഷാറാക്കി. വഅല്ലമഹ, അവൾക്ക് ഇവൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഫഅഹ്സന തഅലീമഹ, അവളെ പഠിപ്പിക്കലിനെ ഇവൻ വളരെ ജോറാക്കി, നല്ലോണം പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ വിഷയത്തിലും നല്ല മഹാരത്തുള്ള പെണ്ണാക്കി. സുമ്മ അഅ്തഖഹ, പിന്നെ ഇവൻ അവളെ ഇത്ക്ക് ചൊല്ലി. ഫതസവ്വജഹ, അങ്ങനെ ഇവൻ അവളെ വിവാഹം ചെയ്തു. ഫലഹു, ഇവനെ കൊണ്ട് അജ്റാനി 2 കൂലിയുണ്ട്. ഇതാണ് ഹദീസ്. നമ്മുടെ ഹദീസുമായി ബന്ധപ്പെട്ട വിഭാഗം, ബാബുമായി ബന്ധപ്പെട്ട് ബാബു തഅലീമി റജുലി അമത്തഹു, അതുമായി ബന്ധപ്പെട്ട് ഹദീസാണ് പറഞ്ഞത്. 3-ാമത്തെ റജുലുൻ കാനത്ത് ഇൻദഹു അമത്തുൻ യതൗഹ ഫഅദ്ദബഹ ഫഅഹ്സന തഅദീബഹ വഅല്ലമഹ ഫഅഹ്സന തഅലീമഹ സുമ്മ അഅ്തഖഹ ഫതസവ്വജഹ. അമത്തിനെ പഠിപ്പിക്കലായി. അഹ്ലിനെ പഠിപ്പിക്കലോ, അമ്മത്തിനെ തന്നെ പഠിപ്പിച്ചാൽ 2 കൂലിയുണ്ട് എന്നുണ്ടെങ്കിൽ, സ്വന്തക്കാരായ അവൻ വിവാഹം ചെയ്ത പെണ്ണിനെ, അവൻ ഒന്നുമില്ലാത്ത അറിവില്ലാത്ത പെണ്ണിനെ അവൻ യോഗ്യതയാക്കി ഇൽമിൻ്റെ പഠനം പഠിപ്പിച്ചു സാറാക്കിയാൽ അവനിക്ക് ഏതായാലും കൂലികളുണ്ട്. എന്നീ കാരണമായി ഫലഹു അജ്റാനി. ഇവിടെ 2-3 കാര്യം ചർച്ച ചെയ്യാനുണ്ട്. സവാബുകൾ ഖിയാസാക്കാൻ പറ്റുമോ ഇല്ലേ? റസൂലുള്ളാഹി പറയാണല്ലോ, സലാസത്തുൻ, 3 വിഭാഗത്തേക്ക് 2 കൂലിയുണ്ട്. എന്നാൽ 4-ാമത്തെ 5-ാമത്തെ വിഭാഗം ഉണ്ടോ? അത് ഉണ്ട് എന്നാണ് പല ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നു. കാരണം വേറെ കുറേ ഹദീസുകൾ അങ്ങനെ വാരിതായിട്ടുണ്ട്. ഇവിടെ അമത്ത് എന്നതല്ല ഇവിടുത്തെ പ്രത്യേകത. അവൻ്റെ കീഴിലുള്ള ആളുകളെ അവൻ പഠിപ്പിച്ച് ഉസാറാക്കുക എന്നുള്ളതാണ്. അതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അമത്തുമക്ക് അഹ്ലിനെ അത്തുപിച്ചത് ഖിയാസാക്കി നിയമം കൊണ്ടുപിടിച്ചത്. അമത്തിനെ പഠിപ്പിച്ചാൽ 2 കൂലിയുണ്ടെങ്കിൽ അവൻ്റെ അഹ്ലിനെ പഠിപ്പിച്ചാൽ ഏതായാലും ഉണ്ട്. അപ്പോഴല്ലേ ഖിയാസാവുള്ളൂ. അമത്തിനെ പഠിപ്പിച്ചാലും അതുപോലെ തന്നെയാണ്. ഖിയാസാവണമെങ്കിൽ ഒന്നിരിക്കൽ ഖിയാസുൽ മുസാവിയാണ്, മുസാവാത്ത് വേണം, അല്ലെങ്കിൽ ഖിയാസുൽ അയലയാവണം. ഖിയാസുൽ അതിനൊക്കെ സാറല്ലല്ലോ. അപ്പോൾ അഹ്ലാനെ അമത്തിൻ്റെ മേൽ ഖിയാസാക്കുമ്പോൾ ഒന്നിരിക്കൽ അഹ്ലും അമത്തും തുല്യമാണ് എന്ന് വരണം. അല്ലെങ്കിൽ അമത്തിനേക്കാളും പ്രധാനം നൽകണം അഹ്ലിനിക്ക്. അപ്പോൾ അഹ്ലിനെ പഠിപ്പിച്ചാൽ അമത്തിനൊക്കെ പഠിപ്പിച്ചതിനേക്കാളും കൂലിയുണ്ട് എന്ന് വരണം. അതൊരു ചർച്ചയാണ്.
മറ്റൊരു ചർച്ച ഈ ഹദീസുമായി ബന്ധപ്പെട്ടത്, ചില ആളുകൾക്ക് എന്താണ് ഈ പറയുന്നത് എന്ന് തിരിയാതെ തോന്നിയാസാണ്ട് പറയും. അപ്പം ഐനിൻ്റെ ഒരു ചോദ്യം കേട്ടിട്ടോളി. ബയാനുൽ ഇസ്തിംബാത്തിൽ അഹ്കാം ഐനിയാണ്. അൽ അവ്വലു ഫീഹി ബയാനു അന്ന ഹൗലായി സലാസത മിനന്നാസി ലഹും അജ്റാനി. ഖാലൽ കർമാനിയോ മൽ ഇല്ലത്തു ഫി തഖ്സീസി ബിഹൗലായി സലാസ വൽഹാലു അന്ന ഗൈറഹു കദാലിക അയ്ളൻ മിസ്ലു മൻ സ്വല്ലാ വസാമ ഫഇന്ന ലിസ്സലാത്തി അജ്റാ വലിസ്സൗമി അജ്റൻ ആഖറാ വകദാ മിസ്ലുൽ വലദി ഇദാ അദ്ദാ ഹഖ്ഖല്ലാഹ് വഹഖ്ഖ വാലിദൈഹി. എന്താ ചോദ്യം? 3 വിഭാഗത്തിനിക്ക് 2 കൂലിയുണ്ട്. അപ്പോൾ അവർ കിതാബികൾപ്പെട്ട ഒരാൾ അവരെ നബിനെ കൊണ്ട് വിശ്വസിച്ചു, അതിനൊരു കൂലി കൊടുക്കും. നമ്മളെ നബിനെ കൊണ്ട് വിശ്വസിച്ചു, അതിന് വേറൊരു കൂലിയും കൊടുക്കും. അതുപോലെ മിൽക്കാക്കപ്പെട്ട അടിമ അള്ളാഹ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്തു, ഓരോ മോലാളിക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. എന്നാൽ അതേമാതിരി തന്നെയല്ലേ അടിമൻ്റെ മാതിരി തന്നെ ഇപ്പോൾ ഒരു മകന് മാതാപിതാക്കൾക്ക് ബിർ ചെയ്തു, അതിന് കൂലി കിട്ടൂലേ? ഓൻ അള്ളാഹു തആല പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചെയ്തു, അതിന് കൂലി കിട്ടൂലേ? അങ്ങനെ നിസ്കരിച്ചതിന് ഒരു കൂലി വേറെ ഉണ്ട്, നോമ്പ് പോറ്റിന് വേറെ കൂലിയില്ലേ, ഹജ്ജ് ചെയ്തതിന് വേറെ കൂലിയില്ലേ? അപ്പോൾ ഇവർക്ക് അവർ ചെയ്ത 2 അമലുകൾക്ക് 2 കൂലി ഉണ്ടെന്ന് എന്തുകൊണ്ട് പറയണത്? എന്നിട്ട് പറയുന്നത് പ്രത്യേകമുള്ള വിഷയമായതുകൊണ്ട് അങ്ങനെയാണ് ഇന്ന് മാറുക. എന്താണ് ഈ പറഞ്ഞത് എന്ന് മനസ്സിലാവാത്ത ചോദ്യം മറുപടിയാണത്. സലാസത്തുൻ 3 വിഭാഗം ലഹും അജ്റാനി, അവർക്ക് 2 കൂലിയുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് 2 വട്ടം കൂലി കൊടുക്കും. വേറെ ഹദീസ് കാണാം ഉജൂറഹും മറത്തൈൻ, അവർ ആകെ ചെയ്ത അമലുകൾക്കുള്ള കൂലി 2 വട്ടം കൊടുക്കും. അപ്പം ഒരാൾ അഹ്ലു കിതാബികളെ കൊണ്ട് കിതാബിയായ കാലത്ത് അന്നത്തെ പ്രവാചകനെ കൊണ്ട് അവരുടെ പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചു, മൂസാ നബിനെ കൊണ്ട് വിശ്വസിച്ചു, അല്ലെങ്കിൽ ഈസാ നബിനെ കൊണ്ട് വിശ്വസിച്ചു. അവരൊക്കെ ഈസാ നബി ആണെങ്കിലും മൂസാ നബി ആണെങ്കിലും ഒരു വിഭാഗത്തേക്ക് അയക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈസാ നബിനെ കൊണ്ട് വിശ്വസിച്ച ആളുകൾക്ക് മൂസാ നബിനെ കൊണ്ട് വിശ്വസിച്ചുകൂടായില്ല. മൂസാ നബിനെ കൊണ്ട് വിശ്വസിച്ച ആളുകൾക്ക് മൂസാ നബിനെ കൊണ്ട് വിശ്വസിച്ച ജൂതന്മാർക്ക് ഈസാ നബിനെ അംഗീകരിച്ചോളുന്നില്ല, തള്ളി പറയരുത് എന്നേ ഉള്ളൂ. നബിയാണെന്ന് അംഗീകരിച്ചും കൊണ്ട് അവർക്ക് അവരുടെ മതവും ഇവർക്ക് ഇവരുടെ മതവും കൊണ്ട് കിടക്കാം. അത് വലിയ ചർച്ചകളാണ്. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ദീന് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ദീനിനെ മുഴുവനായി നസ്ഖ് ചെയ്തോ? അതല്ല, മൂസാ നബിയും ഈസാ നബിയും ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ടത് കൊണ്ട് ബനു ഇസ്രായേലിൽ മാത്രമേ നസ്ഖ് ചെയ്തിട്ടുള്ളൂ, എന്നാൽ തന്നെ നസ്ഖ് ചെയ്ത വിഷയം അറിയാത്തവരുണ്ടാവാലോ അവർക്കോ? അത് വലിയ ചർച്ചകളാണ്. നമ്മളതിലേക്കൊന്നും ഇപ്പോൾ കിടക്കണില്ല, കിതാബുകൾക്ക് വലിയ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ വിഷയം ഇതാണ്. ജൂതനോ നസ്രാണിയോ ആയി നല്ലവർക്ക് ജീവിച്ചു. റസൂലുള്ളാഹിനെ പറ്റി അറിഞ്ഞപ്പോൾ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചവനിക്ക് 2 കൂലിയുണ്ട്. ഇവർ മനസ്സിലാക്കാൻ 2 കൂലി പറഞ്ഞാൽ പണ്ട് നന്നായി നടന്നതിന് അതിനൊരു കൂലിയുണ്ട്, ഇവനെ കൊണ്ട് വിശ്വസിച്ച് അതുകൊണ്ട് നല്ലവർക്ക് ജീവിച്ചതിന് വേറെയും കൂലിയുണ്ട്. അങ്ങനല്ല ഈ പറഞ്ഞത്. ആകെ അവർ ചെയ്തതായ സൽക്കർമ്മങ്ങൾക്ക് മുഴുവനും 2 വട്ടം കൂലി നൽകുന്ന, അത് ഈ മംലൂക്കിൻ്റെയും കഥ തന്നെയാണ്. 2 വട്ടം കൂലി നൽകുന്നതാണ്. ഈ അമത്തിനെ നോക്കി വളർത്തി പിന്നെ വിവാഹം ചെയ്തവനിക്കും ഓൻ്റെ കൂലികൾ എന്ത് അമലിനിക്കും 2 വട്ടം കൂലി നൽകും. എന്നല്ല അമത്തിനെ പഠിപ്പിച്ചതിനൊരു കൂലിയുണ്ട്, കല്യാണം കഴിച്ചതിന് വേറെ കൂലിയുണ്ട് എന്നല്ല. അത് എല്ലാത്തിനും അതാതിൻ്റെ അമലിൻ്റെ കൂലി ഉണ്ടാവില്ലേ? എല്ലാത്തിനും അതാത് അമലിൻ്റെ കൂലി ഉണ്ടാകും. ഇതൊരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാകും. ചില ഓഫറുകളുണ്ട്, ഒന്നെടുത്താൽ മറ്റൊന്ന് ഫ്രീ. അതിനർത്ഥം എന്താ? ഒരു സാധനത്തിനക്ക് പൈസ കൊടുത്താൽ ഓന് 2 എണ്ണം കിട്ടും. ചിലപ്പോൾ 2 എണ്ണം എടുത്താൽ 1 ഫ്രീ എന്നുണ്ടാവും. അപ്പം എന്താ, 2 എണ്ണത്തിന് പൈസ കൊടുത്താൽ 1 ഓന് വേറെ കിട്ടും, എക്സ്ട്രാ കിട്ടും എന്ന മാതിരി ഈ പറഞ്ഞ 3 വിഭാഗം ആളുകൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങൾക്കുള്ള കൂലി ആദ്യം ഒന്ന് കൊടുക്കും. ആദ്യം അവരെ നോമ്പിനിക്ക് സാധാരണ അള്ളാഹു തആല നിശ്ചയിച്ച നോമ്പിൻ്റെ കൂലി എന്താണോ അത് കൊടുക്കും. നിസ്കാരത്തിന് അള്ളാഹു നിശ്ചയിച്ച കൂലി എന്താണോ അത് കൊടുക്കും. എല്ലാവരും കൊടുക്കണം, പേർക്കും കൊടുക്കും. പിന്നീട് എന്ത് ചെയ്യും? ഇതേമാതിരി അവർക്ക് ഒന്നും കൂടിയും കൊടുക്കും. ഒന്നാമത് കൊടുക്കുന്നത് തന്നെ ഒന്നിനിക്ക് ചുരുങ്ങിയത് സുന്നത്താണെങ്കിൽ 10 ഇരട്ടി, ഫർളാണെങ്കിൽ 70 ഇരട്ടി. പിന്നീട് അള്ളാഹു തആല 70ഉം 70 അള്ളാഹു ഉദ്ദേശിച്ച അത്രയ്ക്ക് ഇരട്ടിക്കും.
അങ്ങനെയുള്ള ആ മഹത്തായ കൂലികൾ 2 തവണയായി നൽകും. ആദ്യം ഒരു തവണ വിളിച്ചു കൊടുക്കും, പിന്നെ ഒരു തവണ ഇവർക്ക് വിളിച്ചു കൊടുക്കും. അപ്പോൾ സ്വർഗത്തിൽ നിസ്കാരക്കാർക്ക് എത്രയാണോ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ അതേമാതിരി ഇവിടെ അമലിന് കൊടുത്തതിന് ശേഷം പിന്നീട് അതേമാതിരി മറ്റൊന്നും കൂടി കൊടുക്കും. അപ്പോൾ 2 തവണ അവർക്ക് കൂലിട്ടുന്ന ആ ഒന്നിനുള്ള കൂലി എത്രയാണോ അത്ര തന്നെ പിന്നെയും കൊടുക്കും. അപ്പോൾ സാധാരണ റമദാൻ മാസത്തിൽ നോൻപ് നോറ്റവർക്ക് കൊടുക്കുന്ന കൂലി എന്താണോ ആ കൂലി അത് എത്രയാണെങ്കിലും അത്ര തന്നെ അവർക്ക് കൊടുക്കും, പിന്നെ അത്രയും കൊടുക്കും. എന്നല്ലാതെ വിശ്വസിച്ചതിനൊക്കെ നബിനെ കൊണ്ട് വിശ്വസിച്ചതിന് ഒരു കൂലിയും മറ്റോട് വിശ്വസിച്ചൊരു കൂലിയും എന്നല്ല. അമത്തിനെ നോക്കിയതിനൊരു കൂലിയും അമത്തിനെ കല്യാണം കഴിച്ചൊരു കൂലിയും എന്നല്ല. അടിമ അള്ളാഹ്ക്ക് വഴിപ്പെട്ടതിനൊരു കൂലിയും മുതലാളിക്ക് വേണ്ട ചെയ്ത് കൊടുത്ത് വേറെ കൂലിയും എന്നല്ല. അത് എന്തായാലും സൽക്കർമ്മങ്ങൾക്ക് അതിൻ്റെ കൂലി ഉണ്ടാവൂലേ? അവിടെ എടുത്ത് പറയേണ്ടതുണ്ടോ? അന്തല്ലാതെ ഓരോന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്ന അമലിനിക്കാണ് ആ കൂലി, ഒരു കൂലി അതിനിക്കാണ്, ഒരു കൂലി ഇതിനിക്കാണ്. ഹദീസിൽ വന്ന എന്താ? ഒരേ അമലിനിക്ക് 2 കൂലിയുണ്ട്, 3 വിഭാഗം. സലാസത്തുല്ലവും മജ്റാനീന, ആ 3 കൂട്ടരാണ്, 3 വിഭാഗമാണ്, 3 വ്യക്തികൾക്കാണ് 2 വട്ടം കൂലി കൊടുക്കുന്നത്. എന്നല്ലാതെ ഓരോരോ അമലിനിക്ക് ഓരോ കൂലി കൊടുക്കും എന്ന് മനസ്സിലാക്കിയിട്ട് അതെല്ലാത്തിനും ഉള്ളതല്ലേ ചോദിക്കട്ടെ. അതിനായിട്ട് ഒരു ജാതി എന്ന മറുപടി എന്താ? ഇത് പ്രധാനപ്പെട്ടവർ പറയുന്ന സംഗതി ആ പറഞ്ഞ തന്നെയാണ്. വൃത്തിയില്ലാത്ത കാര്യം ഗ്രഹിക്കാതെ മറുപടി പറയുക, ചോദ്യം ഉണ്ടാക്കുക. അപ്പോൾ ഇവിടുത്തെ ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഈ ഹദീസിൽ പറഞ്ഞ 3 വിഭാഗത്തിനിക്ക് അവർ ചെയ്ത അമലുകൾ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്യുന്ന ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം കൊടുക്കുന്ന മാതിരിയുള്ള കൂലി ഒരു തവണ ഇവർക്ക് നൽകും, പിന്നീട് മറ്റൊരു തവണയും കൂടി നൽകും. പ്രത്യേക ഓഫർ ദിവസങ്ങളിൽ ഒരു സാധനം, ഒരു ഫ്രിഡ്ജ് വലിയ ഫ്രിഡ്ജിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജിക്ക് 1,00,000 റുപ്യ വില. അത് ഉദാഹരണം പറയാം, ജൂലൈ 15-ാം തീയതി മുതൽ ജൂലൈ 30-ാം തീയതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഒരാൾ 1,00,000-ൻ്റെ ഫ്രിഡ്ജ് വാങ്ങിയാൽ അവർക്ക് 2 ഫ്രിഡ്ജുണ്ട്. അതാ നിശ്ചിത ഓഫർ, ആ നിശ്ചിത സമയത്തേ ഉണ്ടാവുള്ളൂ. 1,00,000 കൊണ്ട് അരച്ചിക്കാണിച്ച് 2 കിട്ടും. ആദ്യം 1 കൊടുക്കും, പിന്നെ അതിൻ്റെ ഓഫറായിട്ട് മറ്റൊന്നും കൊടുക്കും. ബില്ലടിച്ചൽ ഒന്നിനിക്കാണ്, മറ്റൊന്നും കൂടി കൊടുക്കും എന്ന മാതിരി. എന്ന് വെച്ചാൽ ആ ഡേറ്റിൻ്റെ മുമ്പ് പോയിട്ടും കാര്യമില്ല, ശേഷം പോയിട്ടും കാര്യമില്ല, 1,00,000-ന് 1 തന്നെ കിട്ടുള്ളൂ എന്ന മാതിരി. ഈ 3 വിഭാഗം അല്ലാത്തവർ ചെയ്യുന്ന അമലുകൾക്ക് എന്തെല്ലാം കൂലിയുണ്ടോ അതൊക്കെ ഇവർക്ക് 1 വട്ടം കൊടുക്കും, പിന്നീട് അതെല്ലാം കൂടിയിട്ട് മറ്റൊന്നും കൂടി കൊടുക്കും. സുമ്മകാല ആമിറുൻ, പിന്നെ നമ്മുടെ റാവിയായ ശഅബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഅ്തൈനാകഹാ ബിഗൈരി ശൈ. അത് ചില ആളുകൾ സുമ്മകാല ആമിറുൻ എന്ന് പറഞ്ഞാൽ ആമിറുടെ ശിഷ്യരായ സ്വാലിഹ് ബിൻ ഹയ്യാനോട് പറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനല്ല, ഇവിടെ ആമിർ മറ്റൊരു തവണ ഒരു ഖുറാസാൻകാരനോട് പറഞ്ഞു, വേറൊരാളോട്. അതാ സുമ്മകാല, ഞാൻ സുമ്മകാല ആമിറുൻ, മറ്റൊരാൾക്ക് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ശഅബി റളിയല്ലാഹു അൻഹു അപ്പത്തുള്ള ശിഷ്യനായ ഖുറാസാൻകാരനോട് പറഞ്ഞു. എന്തു പറഞ്ഞു? അഅ്തൈനാകഹാ ബിഗൈരി ശൈ, ഈ പറഞ്ഞ ഈ ഹദീസുകളെ നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നു. ബിഗൈരി ശൈഇൻ, ഒന്നിനുമല്ലാതെ, ഇതൊരു മെനക്കെടാതെ, ഒരു അധ്വാനവും ഇല്ലാതെ, എന്നോട് ഞാൻ ഒരു പ്രതിഫലം ചോദിക്കാതെ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. കത് കാന യുർക്കബു, തീർച്ചയായും വാഹനം കയറപ്പെടലുണ്ട്. ഫീമാ ദൂനഹ, ഈ പറഞ്ഞ 3 കാര്യത്തിനേക്കാളും, ഇതുവരെ ഞാൻ പറഞ്ഞു തന്ന 3 കാര്യങ്ങൾ, ഈ ഹദീസുകൾ, ഇതിനേക്കാളും താഴെയുള്ളതിൽ കയറപ്പെടലുണ്ട്, യാത്ര ചെയ്യപ്പെടലുണ്ട്. ഇതിൽ മദീനയിലേക്ക്, ഖുറാസാൻ അതിൻ്റെ അപ്പുറമുള്ളതൊക്കെ പഴയ കാലത്ത് ഇൽമു നേടാൻ വേണ്ടി മദീനയിലേക്ക് അത് യാത്ര പോയി അവിടെ വെച്ച് ഹദീസ് പഠിച്ച് പോകലുണ്ട്, ചെറിയ വിഷയത്തിന് പോലും. എന്നാൽ ഇത്രയും മഹത്തായ വിഷയം എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്കൊരു മെനക്കെടും ഇല്ലാതെയാണ്. അതുകൊണ്ട് അത് പാഴാക്കരുത്, നല്ലോണം ശ്രദ്ധിച്ചോ, നല്ലോണം മനസ്സിലാക്കിക്കോ. അവിടെ ഇമാമിങ്ങൾ പറയുന്നുണ്ട്,
മുഹദ്ദിസീങ്ങൾ ഉസ്താദന്മാർ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചില വിഷയം നല്ലോണം ശ്രദ്ധിക്കാൻ വേണ്ടി അതിൻ്റെ ചില മഹത്വങ്ങൾ അവർ ഉൾക്കൊള്ളാൻ വേണ്ടി അത് അവർക്ക് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടി ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ പ്രയോഗിക്കണം. ഇന്ന മസല ഇന്ന ആൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും അധ്വാനിച്ചാണ് കിട്ടിയത്, ഇത്രയും ദിവസങ്ങളോളം മുത്താല ചെയ്തിട്ടാണ് ഈ എനിക്ക് കിട്ടിയത്, അനക്കിപ്പോൾ ഞാൻ പറഞ്ഞു നോക്കണ്ട, പ്രയാസമില്ല കിട്ടണം നോക്കണ്ട എന്നെല്ലാം മറ്റേ അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഈ ഹദീസിൽ നമ്മൾ വായിച്ച ഹദീസിൽ കാല ഹദ്ദസന സ്വാലിഹ് ബിനു ഹയ്യാന കാല ആമിറുൻ ശഅബിയ്യു എന്നുണ്ട്. ഇപ്പം ബോധ്യപോയ ഹദീസാണ്. കാല ആമിറുൻ ശഅബിയ്യു 2 വട്ടം കാല എഴുതിയിട്ടുണ്ട്. സംഗതി സാധാരണ ഗതിയിലാണ് എഴുതുകയാണ്. സാധാരണ എഴുതി ഒരു കാലേ എഴുതുള്ളൂ. വെറും ഒറ്റ കാലില്ലെങ്കിൽ കാല പറയൂല. അധികത്തും കാല എഴുതലില്ല. ഈ സനദിൽ ഒക്കെ കാല എഴുതിക്കണ്. അഖ്ബർന മുഹമ്മദുൻ ഹുവബ്നു സലാമീൻ അവിടെ പിന്നെ കാല ഹദ്ദസനാന്നില്ല, കാലിനേശം ഹദ്ദസനല്ല, കാല പറയേണ്ടതില്ല. പിന്നെ കാല ഹദ്ദസന എന്ന് കൊടുത്ത് മുഹാരിബീൻ്റെ ശേഷം കാലാന്ന് എഴുതേണ്ടതില്ല. എന്നവർ കാല ആമിറുൻ അവിടെ കാല ആമിറുന്ന് പറഞ്ഞാൽ മതി. കാല അവിടെ വായിച്ചു കൊടുക്കേണ്ടതാണ്, എഴുത്തിലുണ്ടാവേണ്ടതില്ല. ഈ സനദിലുണ്ട്, ഉള്ളത് അയ്ബല്ല, പറയാതിരിക്കലാണ് മുഹദ്ദിസീങ്ങളുടെ ശൈലി എന്ന് ഇമാമികൾ ഉദ്ധരിച്ചിട്ടുണ്ട്.